എല്ലാവർക്കും നമസ്കാരം. 2025 അധ്യയന വർഷത്തിൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് കാലോചിതമായി ചില മാറ്റങ്ങൾ പാഠ്യ പദ്ധതികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. QR കോഡ് എങ്ങനെയാണ് QR കോഡിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പല രക്ഷിതാക്കൾക്കും അറിവില്ല. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും അതുകൊണ്ട് നമ്മുടെ മക്കളിൽ അവരുടെ പഠന രീതിയിൽ വരുത്താവുന്ന മാറ്റങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മദ്രസകളെല്ലാം റമദാൻ ലീവിന് ശേഷം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഖുർആനും മദ്രസ പുസ്തകങ്ങളെല്ലാം നമ്മുടെ പിഞ്ചു മക്കൾക്ക് ലഭിച്ചു തുടങ്ങി. പുസ്തകങ്ങൾ വീടുകളിലെത്തി രക്ഷിതാക്കൾ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ എല്ലാ പേജിലും QR കോഡുകൾ കാണുന്നു. ഇതെന്തിനാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത രക്ഷിതാക്കളും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ പിഞ്ചു മക്കളൊക്കെ ഈ മേഖലയിൽ വളരെയേറെ കഴിവ് ഉള്ള മക്കളായിട്ടാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. QR കോഡിന്റെ സഹായത്തോടു കൂടി നമ്മുടെ പാഠപുസ്തകങ്ങളിലെ ഖുർആൻ സൂക്തങ്ങളും ആയത്തുകളും അല്ലെങ്കിൽ ആ പാഠത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങളും നമുക്ക് ലഭിക്കുന്നതിനാവശ്യമായിട്ടാണ് ആ ഒരു QR കോഡിനെ അവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ സ്മാർട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ഗൂഗിൾ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ എന്ന ആപ്പ് അല്ലെങ്കിൽ പേജ് അവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്യാമറയുടെ ഐക്കൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ക്യാമറയുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കാണുന്ന QR കോഡിന് നേരെ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാണപ്പെടുന്ന ആ ലിങ്കിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ദൃശ്യ ആവിഷ്കാരത്തിലേക്ക് ആ QR കോഡ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നതാണ്. ഇപ്പോൾ സൂറത്ത് യാസീനാണ് നമ്മൾ QR കോഡ് വഴി അടിച്ചതെങ്കിൽ ഗൂഗിൾ വഴി യൂട്യൂബിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കും.